ജനൽ ചില്ലകളും മറ്റും തകർന്നു, വലിയ തോതിൽ കാര്യമായി തന്നെ തകർന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം. അതും വലിയ നാശനഷ്ടങ്ങളിലേക്ക് കാര്യങ്ങൾ പോയി. നമുക്ക് ആ വിഷ്വൽസ്, ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ തന്നെ ഇതിൻ്റെ ഒരു വ്യാപ്തി വളരെ പ്രധാനപ്പെട്ട കാര്യമായി തന്നെ മനസ്സിലാകും. അത്ര ഭീതിജനകമായ ദൃശ്യങ്ങളാണ് ഉള്ളത്. സമീപപ്രദേശത്തെ വീടുകളുടെയൊക്കെ മേൽക്കൂരകൾ അടക്കം തകർന്നിട്ടുണ്ട്. അത്ര ഉഗ്ര സ്ഫോടനമാണ്. കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്, മേൽക്കൂരകൾ പലയിടത്തും നടന്നിട്ടുണ്ട്, ജനലുകളും വാതിലുകളും മറ്റും തകർന്നു വീണിട്ടുണ്ട്. അങ്ങനെ അത്ര ഭീതിജനകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 12ഓളം പേർ ആശുപത്രികളിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതിലൊരു മരണം നഗരസഭാ വൈസ് ചെയർമാൻ സ്ഥിരീകരിച്ച സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. നവമി, തുടരാം. മറ്റ് നാട്ടുകാർ എന്താ ഇതിനെക്കുറിച്ച് പറയുന്നത്? പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ വലിയ സാന്നിധ്യം ഇതിനകം തന്നെ അവിടെ ഉണ്ടല്ലോ അല്ലേ? അതെ, തീർച്ചയായും രഞ്ജിത്ത്. എന്തായാലും തീ പൂർണ്ണമായും അണച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും ഒക്കെ ഇവിടെ ഉണ്ട്. ബാക്കി പരിശോധനകളൊക്കെ ഇവിടെ നടത്തുകയാണ്. എന്തായാലും വലിയൊരു ദുരന്തമാണ് ഈ തൃപ്പൂണിത്തുറ തെക്കും ഭാഗത്ത് സമീപം ഈ പടക്കക്കടയിൽ ഉണ്ടായിരിക്കുന്നത്. അമ്പലത്തിലെ, അതായത് തെക്കും ഭാഗം അമ്പലത്തിലേക്ക് ഇന്ന് കൊണ്ടുപോകേണ്ട പടക്കങ്ങളാണ് ട്രാവലർ കയറ്റുന്നതിനിടെ ഇത്തരത്തിൽ വലിയൊരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇവിടെയുള്ള ആളുകളെയൊക്കെ ഇവിടെ നിന്നേക്ക് മാറ്റുകയാണ്. കൂടുതൽ പരിശോധന ഇവിടെ നടത്തേണ്ടതുണ്ട്. എന്തായാലും പോലീസ് സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയൊരു അപകടമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. സമയത്തുണ്ടായിരുന്നു ഇവിടെ? ഇല്ല, കേട്ട് കൗൺസിലർമാരെല്ലാവരും. ഈ ഒരാൾ മരിച്ചു എന്നുള്ളൊരു വിവരമൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ അറിയില്ല. 6 പേര് ഹോസ്പിറ്റലാണെന്നാണ്, കൺഫേം ആയിട്ടില്ല. അവരവസ്ഥ എന്താന്ന് ഇപ്പൊ അറിയില്ല. സീരിയസ് ആണെന്ന് പറഞ്ഞു. രണ്ടുപേരുടെ അവസ്ഥ അല്പം ഗുരുതരമാണ്. 6 പേരോളം ആശുപത്രിയിലുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഈ പ്രദേശത്തുള്ളവരോട് തന്നെ ചോദിക്കാം. അവരാണ് ഈ സംഭവം ആദ്യമായി കാണുന്നതും. ചേട്ടാ, സമയത്തുണ്ടായിരുന്നു അവിടെ? ഉണ്ടായില്ല. ഞാൻ ഉണ്ടായില്ല, പെട്ടെന്ന് ശബ്ദം കേട്ടപ്പോ ഓടി വന്നെന്ന് മാത്രമേ. ഇവിടെ എത്ര പേരുണ്ടായിരുന്നു? ഇവിടെ ഒരു 8-9 പേരുണ്ടാകുന്നുള്ള ഒരു ധാരണ. വലിയ തീയും തീയില് ഭയങ്കര സൗണ്ടായിട്ടുള്ള ഒരു ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ ഓടി വന്നത്. ഭയങ്കര ഭീകരമായൊരു ഇതായിരുന്നു, അന്തരീക്ഷമായിരുന്നു ഇവിടെ മൊത്തം. പിന്നെ ഒരു 5 പേര് കൊണ്ടും ഇത്തിരി സീരിയസ് ആണെന്ന് പറഞ്ഞുണ്ട്. പിന്നെ വരുമ്പോഴേക്കും ആൾക്കാരെ ആംബുലൻസിനെ കയറ്റി പോകുന്നുണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ. ഇത് അമ്പലത്തിന്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട് മാത്രം ഇത്തരത്തിലുള്ള ഒരു സുരക്ഷയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? അതെ, കുറവായിട്ടും തോന്നുന്നു. അങ്ങനെയാണ് ഈ കണ്ടിട്ട് തോന്നുന്നത്. ഇവിടെ വടക്കക്കാരന്റെ സ്ഥലമാണിത്. ഇവിടെ വെടിക്കെട്ട് നടക്കുമ്പോഴത്തേക്കും സാധനങ്ങൾ സൂക്ഷിക്കണം ഇവിടെ തന്നെയാണ്. ഈ വെടിക്കെട്ട് നടത്തുന്നത് എവിടെ വെച്ചാണ്? അവിടെ അമ്പലത്തിലെ വെളി. എല്ലാ വർഷവും ഉത്സവത്തിന് ഇവിടെ തന്നെയാണ് പടക്കങ്ങൾ സൂക്ഷിക്കുന്നത്. അതെ, ഇവിടെ തന്നെ. അപ്പോൾ രഞ്ജിത്ത്, ഇവിടെ തന്നെയാണ് എല്ലാ വർഷവും പടക്കങ്ങൾ സൂക്ഷിക്കുന്നത്. അത്തരത്തിൽ പടക്കം സൂക്ഷിച്ച് ഈ ട്രാവലറിലേക്ക് കയറ്റുന്നതിനിടെയാണ് ഇത് സ്ഫോടനം ഉണ്ടായത്. വലിയൊരു ശബ്ദത്തോടും തീയോടും കൂടിയുള്ള വലിയൊരു ഭീകരമായ അന്തരീക്ഷമായിരുന്നു. ഉടൻ തന്നെ സമീപ പ്രദേശത്തുള്ളവർ ഇറങ്ങുകയും ഫയർഫോഴ്സിനെ അടക്കം വിളിക്കുകയും ചെയ്തു. എന്തായാലും പോലീസ് ഈ സമീപത്തുള്ള ആളുകളെല്ലാം ഒഴിപ്പിക്കുകയാണ്. കാരണം കൂടുതൽ പരിശോധനകൾ, കൂടുതൽ കാര്യങ്ങൾ പോലീസിൻ്റെതായിട്ടുള്ള പ്രൊസീജിയർ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ളവരെയൊക്കെ ഒഴിപ്പിക്കുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ സമീപത്തെ വീടിന്റെ ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം പുറത്തേക്ക് തെറിച്ചു വീഴുന്ന ഒരു സാഹചര്യം. വീട്ടിലെ ജനൽ ചില്ലകൾ, വാതിലുകളെല്ലാം പൂർണ്ണമായും നശിച്ചിരിക്കുന്നു. മേൽക്കൂര വരെ തകർന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായി തന്നെ അറിയാൻ സാധിക്കും എത്ര വലിയൊരു സ്ഫോടനമാണ് ഇവിടെ സംഭവിച്ചതെന്ന്. എന്തായാലും നമുക്ക് സമീപത്തുള്ള വീടുകളിൽ കൂടി ഒന്ന് അന്വേഷിക്കാം. എന്തായാലും പോലീസ് അവരുടേതായിട്ടുള്ളൊരു പരിശോധനയും പ്രൊസീജിയറും ഒക്കെ നടത്തുന്നുണ്ട്. എന്തായാലും സമീപത്തുള്ള വീടുകളിലൊക്കെ നമുക്ക് ഒന്ന് അന്വേഷിക്കാം രഞ്ജിത്ത്. എന്തായാലും വലിയൊരു സ്ഫോടനമാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരാൾ മരിച്ചു എന്നുള്ളൊരു വിവരമൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അത് പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. നഗരസഭാ വൈസ് ചെയർമാനാണ് ന്യൂസ് 18നോട് ഈ വിവരം പറഞ്ഞത്. എന്തായാലും നമുക്ക് ഉടൻ തന്നെ അതിലൊരു കൺഫർമേഷൻ നൽകാൻ കഴിയുകയും ചെയ്യും. എന്തായാലും 10ഓളം പേരാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത്. ഈ 10ഓളം പേര് ഈ പടക്ക നിർമ്മാണശാലയിലെ ഈ പടക്കക്കടയിലെ ജീവനക്കാർ തന്നെയാണ്. എന്തായാലും വലിയൊരു സ്ഫോടനമാണ് ഈ തൃപ്പൂണിത്തുറയിൽ സംഭവിച്ചിരിക്കുന്നത്. അടുത്തുള്ള അമ്പലം പുതിയകാവ് ക്ഷേത്രത്തിലേക്കുള്ള വെടിക്കെട്ടിന്റെ സാധനങ്ങൾ കയറ്റി ട്രാവലർ കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വലിയൊരു സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തത്. ഇതെങ്ങനെയാണ് ഈ ഒരു സ്ഫോടനം ഉണ്ടായതെന്നതിൽ ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അതിലൊക്കെ കാര്യങ്ങൾ നമുക്കിപ്പോൾ അറിയുന്നത് കഴിയുകയുള്ളൂ. എന്തായാലും
എന്തായാലും വലിയ സ്ഫോടനം സംഭവിച്ചിരിക്കുന്നു. ഒരു മരണമുണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. 12ഓളം ആളുകൾ ആശുപത്രിയിലാണ് എന്നും ഏറ്റവും പുതുതായി വിവരങ്ങൾ വരുന്നുണ്ട്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളുമായി നവമി തന്നെ ചേരും വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.